രാജു പി നായർ, ഞാൻ അങ്ങയിലേക്ക് എത്താം. സുനിൽകുമാർ, അങ്ങയുടെ തർക്കശാസ്ത്രത്തോട് ബഹുമാനത്തോടെ നമോഭാഗം. അങ്ങയുടെ തർക്കശാസ്ത്രത്തോട് ബഹുമാനത്തോടെ നമോഭാഗം. ഞാൻ അങ്ങയിലേക്ക് എത്താം. ശ്രീ രാജു പി നായർ, എനിക്ക് ടി പി ചന്ദ്രശേഖരൻ കേസ് വിട്ടേക്കൂ, നിഖിൽ പൈലി വിട്ടേക്കൂ, രാഷ്ട്രീയം വിട്ടു. ഒറ്റ മിനിറ്റ് സുനിൽകുമാർ, അങ്ങരുത് പ്ലീസ്, അങ്ങരുത് പ്ലീസ്, അങ്ങ് ചിരിക്കരുത്. നമ്മൾ നിൽക്കുന്നത് ഒരു നീറുന്ന വിഷയത്തിന്റെ മുന്നിലാണ്. നമ്മൾ ഇരിക്കുന്നത് മെനിഞ്ഞാന്ന് മാത്രം കബറടക്കിയ ഒരു 10ാം ക്ലാസ്സുകാരന്റെ ഒരു കബറടത്തിന് മുന്നിലാണ്. അങ്ങ് ചിരിക്കരുത് പ്ലീസ്, അങ്ങ് ചിരിക്കരുത് പ്ലീസ്. വൈകാരികത ഉണ്ട്, എനിക്ക് വൈകാരികത ഉണ്ട് സാറേ, എനിക്ക് വൈകാരികത. ഒരു 10ാം ക്ലാസ്സുകാരന്റെ കബറുടെ മുന്നിൽ കണ്ടതാണ്. അവന്റെ അച്ഛൻ ഇപ്പൊ പോയതേ ഉള്ളൂ, അവന്റെ അമ്മ വീട്ടിൽ മോഹാലസിപ്പെട്ട് കിടക്കുകയാണ്. എനിക്ക് വൈകാരികത ഉണ്ട് സുനിൽകുമാർ. ഏത് പാർട്ടിയാണോ കുറച്ച് സെൻസിറ്റീവ് ആവും സുനിൽകുമാർ, കുറച്ച് സെൻസിറ്റീവ് ആവ്, അല്പം ഒന്ന് സെൻസിറ്റീവ് ആവ്. എപ്പോഴും രാഷ്ട്രീയ തിമിരം ബാധിക്കല്ലേ, അല്പം ഒന്ന് സെൻസിറ്റീവ് ആവ് സുനിൽകുമാർ. പാവപ്പെട്ട പിള്ളേരെ മുഴുവൻ എന്തിനും ഒരു പരിധിയില്ലേ സുനിൽകുമാർ. അങ്ങേക്ക് മറുപടി പോരുത്, അങ്ങേക്ക് മറുപടി പറയുന്ന സമയത്ത് പറയൂ പ്ലീസ്. രാജു പി നായർ, എന്റെ ചോദ്യം അങ്ങയോടാണ്, എന്റെ ചോദ്യം അങ്ങയോടാണ്. എന്റെ ചോദ്യം അല്ല ശ്യാൽകുമാർ നിർത്തൂ, ശ്യാൽകുമാർ ഈ വിഷയത്തിൽ അങ്ങയുടെ കുബുദ്ധി നിർത്തൂ, അങ്ങയുടെ കുതന്ത്രങ്ങൾ നിർത്തൂ പ്ലീസ്, അങ്ങയുടെ കുതന്ത്രങ്ങൾ നിർത്തൂ. രാജു പി നായർ, ഇന്നത്തെ ദിവസം ആ സഭയിൽ ഉണ്ടാവേണ്ടത് ക്രിയേറ്റീവായ ക്രിയാത്മകമായ ചർച്ചയായിരുന്നു. പറയണ്ട ശ്യാൽകുമാർ, അങ്ങ് ഈ മട്ടിലാണ് പറയുന്നതെങ്കിൽ, അങ്ങേക്ക് പരിഹാസമാണെങ്കിൽ അങ്ങനെ പറയരുത്, ദയവ് പറയരുത് പ്ലീസ്. നിഖിൽ പൈലി എന്തോ പൈലി ഇൻസെൻസിറ്റീവ് ആവല്ലേ, അങ്ങ് ഇത്രയും ഇൻസെൻസിറ്റീവ് ആവല്ലേ. നമ്മൾ നിൽക്കുന്ന ഒരു വൈകാരിക വിഷയമാണ്, നമ്മൾ നിൽക്കുന്ന ഒരു വൈകാരിക വിഷയമാണ്. അതിന്റെ മുന്നിൽ അങ്ങ് ഇത്രയും ഇൻസെൻസിറ്റീവ് ആവല്ലേ സാർ പ്ലീസ്. ഞാൻ അഭ്യർത്ഥിക്കുകയാണ് അങ്ങയോട്, അങ്ങ് ഇത്രയും ഇൻസെൻസിറ്റീവ് ആവല്ലേ. ഞാൻ അഭ്യർത്ഥിക്കട്ടെ, ഒന്ന് കേട്ടെ, ഞാൻ കേട്ടെ, അങ്ങോട്ട് കേട്ടെ. ധീരജിനെ കൊന്ന കൊലയാളികളുടെ കൂടെ ചിരിച്ചോണ്ട് നിൽക്കുന്ന നിങ്ങൾക്ക് വൈകാരികതയുണ്ടോ? ധീരജിനെ കൊന്ന കൊലയാളികളുടെ ആ കല്യാണത്തിന് പോയ CPM-കാർക്ക് വൈകാരികതയുണ്ടോ? ആ വൈകാരികത നിഖിൽ പൈലി വന്ന കല്യാണത്തിന് പോയ CPM-കാർക്ക് വൈകാരികതയുണ്ടോ? നിങ്ങളുടെ CPM-കാർക്ക് ഇല്ലാത്ത വൈകാരികത എനിക്കെന്തിനാ? അത് നിങ്ങളോടുള്ള മറുപടിയാണ്. ശരി, ഓക്കെ, ആയിക്കോട്ടെ. ആ കല്യാണത്തിന് പങ്കെടുത്ത CPM-കാർക്ക് ഇല്ലാത്ത വൈകാരികത എനിക്കെന്തിനാ? ശ്യാൽകുമാർ, അതവിടെ നിൽക്കട്ടെ. രാജു പി നായർ, എന്റെ ചോദ്യം, അനിൽകുമാർ പറഞ്ഞു എന്തും പറഞ്ഞോട്ടെ, ഞാനത് വിട്ടു. രാജു പി നായർ, എന്റെ ചോദ്യം, ഈ നാട് വല്ലാത്ത ഒരു അഗ്നിപർവ്വതത്തിന്റെ മുകളിലാണ്. ഈ നാട്ടിൽ 6ാം ക്ലാസ്സിലും 7ാം ക്ലാസ്സിലും കുട്ടിക്ക് വരെ മയക്കുമരുന്ന് സുലഭമാണ്. എങ്ങോട്ട് പോയാലും എവിടെ തിരിഞ്ഞാലും മയക്കുമരുന്നാണ്. അനിൽകുമാർ ചിരിച്ചോട്ടെ. രാജു പി, നമുക്കതിന് പരിഹാരം വേണം. ആ പരിഹാരത്തിന് ഉതകുന്ന എന്തെങ്കിലും ഒരു നിർദ്ദേശം പ്രതിപക്ഷം സഭയിൽ വെച്ചോ, ഏതെങ്കിലും സർക്കാർ എന്തെങ്കിലും പറഞ്ഞോ രാജു പി നായർ? ഹാഷ്മി, ഞാൻ ഈ ചർച്ചയിൽ ഇന്ന് പങ്കെടുക്കുമ്പോൾ ഞാൻ അമിതമായ രാഷ്ട്രീയം പറയില്ല എന്ന് തീരുമാനിച്ചാണ് ഈ ചർച്ചയിൽ വന്നത്. പക്ഷേ ഞാൻ ക്ഷമ ചോദിക്കുന്നു പ്രേക്ഷകരോട്. ഇത്രമാത്രം നിർവികാരതയോട്, ഇത്രമാത്രം ഡെനിയലോടുകൂടി, ഇത്രമാത്രം ഒരു അജണ്ട വെച്ച് ഒരു ചർച്ചയിൽ അനിൽകുമാർ പറഞ്ഞുകൊണ്ടാണ് എൻ്റെ അവസരം എത്തുന്നതിന് മുമ്പ് പോലും എനിക്ക് പൊട്ടിത്തെറിക്കേണ്ടതായിട്ട് വന്നത്. ഒന്ന് ആലോചിച്ച് നോക്കുക, ഒരു പാവപ്പെട്ട മനുഷ്യൻ, മകനെ നഷ്ടപ്പെട്ട മനുഷ്യൻ വന്നിരുന്ന് പറഞ്ഞതാണ് ആ കുറ്റവാളികളെ പരീക്ഷ, അതിനെ രാഷ്ട്രീയ ലക്ഷ്യം എന്നാണ് ആക്ഷേപിക്കുന്നത്. എന്തൊരു ഇൻസെൻസിറ്റീവ്നെസ് ആണിത്. എങ്ങനെയാണ് ഇങ്ങനെ പറയാൻ കഴിയുക? ഞാൻ കൃത്യമായിട്ട് ഇന്ന് ഈ ചർച്ച കാണുമ്പോൾ പോലും ഈ പിഞ്ചു മക്കളുള്ള, ഞാൻ 13 വയസ്സുള്ള ഒരു കുട്ടിയുടെ അച്ഛനാണ്. ഞാൻ ആ വികാരത്തോടു കൂടിയാണ് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത്. സമാനരായ പ്രായത്തിലുള്ള കുട്ടികളുടെ അച്ഛനമ്മമാർ ഒരുപക്ഷെ ഈ ചർച്ചയിൽ കാണുന്നത് എങ്ങനെയാണ് ഈ രാഷ്ട്രീയ സംവിധാനം ഈ കഴിഞ്ഞ 9 വർഷം ഈ സർക്കാർ ചെയ്ത ക്രിയേറ്റീവ് നടപടി ഒന്നുപോലും പറയാനില്ലാത്തതുകൊണ്ടല്ലേ ശ്യാൽകുമാർ ഈ ചർച്ച വഴിതിരിച്ച് ഏതോ വഴിക്ക് നിഖിൽ പൈലി മറ്റേ പൈലി കൊണ്ടുപോകുന്നത് അല്ലേ? രാജു പി നായർ, അങ്ങ് പറഞ്ഞു പൂർത്തിയാക്കൂ. അതെ ഹാഷ്മി, അതിലേക്ക് ഞാൻ വരാം. ഹാഷ്മി, അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. നോക്കൂ, ഇന്ന് നിയമസഭയ്ക്കകത്തുണ്ടായതും ഇതേ ഡെനിയലാണ്. നോക്കൂ, ഇവിടുത്തെ കുട്ടികളുടെ മൊബൈൽ യൂസേജും അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളും പറഞ്ഞുകൊണ്ട് ഇതിൽ നിന്ന് ഒളിച്ചോടാൻ സാധിക്കും. ഉണ്ടെങ്കിൽ ഉണ്ട്, അതിനെ അഡ്രസ് ചെയ്യേണ്ടത് ആരാ?
അച്ഛനമ്മമാർ മാത്രമാണോ? ഈ പ്രശ്നത്തെ അഡ്രസ് ചെയ്യേണ്ട രീതിയിൽ അവയർനെസ് നടത്തുകയും എല്ലാം നടത്തുക ഞാൻ നിഷേധിക്കുന്നില്ല. ഇന്ന് വാട്സാപ്പുകളിലേക്ക് വരുന്ന നമ്മൾക്ക് പണ്ട് കണ്ടാൽ ചോര മരവിച്ചു പോകുന്ന രീതിയിലുള്ള ക്രൂരതയുള്ള വീഡിയോകൾ ഇന്ന് കുട്ടികളും വലിയവരും ഇരുന്ന് ആസ്വദിക്കുന്നുണ്ട് എന്നുള്ളത് വാസ്തവമാണ്. അതിനൊന്നും ആരും തള്ളിക്കളയുന്നില്ല. പക്ഷെ അത്തരത്തിലുള്ള സമൂഹത്തിൽ അതിനെതിരെ ബോധവൽക്കരണം നടത്തേണ്ടതും കുട്ടികൾക്ക് അതിനകത്ത് മാറുന്നതിന് വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കേണ്ടതും സർക്കാരിന്റെ ചുമതലയല്ലേ? ആ സർക്കാരിന്റെ ചുമതല ചെയ്യാതെ ഇവിടെ വന്ന് ഈ മാതാപിതാക്കളെയും കുട്ടികളുടെ മീഡിയനും കുറ്റപ്പെടുത്തിയിട്ട് കാര്യമുണ്ടോ? നോക്കൂ, ഇന്നത്തെ നിയമസഭയിൽ സംസാരിച്ചെന്താ, എന്ത് പ്രോആക്റ്റീവായിട്ടുള്ള എന്ത് നടപടികൾ ഉണ്ടായിട്ടുണ്ട്. മുഖ്യമന്ത്രി പറയുന്നത് മുഴുവൻ, ആദ്യം തന്നെ അദ്ദേഹത്തിന് മിസ്റ്റർ ചീഫ് മിനിസ്റ്റർ എന്ന് വിളിച്ച് പ്രകോപിതനായി. അനിൽകുമാറിന്റെ ഒരേ സ്കൂളാണല്ലോ, എങ്ങനെയാണ് ചർച്ച തിരിച്ചുവിടാൻ പറ്റുന്നത് എന്ന് നോക്കിയതായിരിക്കാം. അങ്ങനെ പ്രകോപിതനായി പറഞ്ഞു. എന്ത് കേസുകളുടെ എണ്ണം പറയുന്നതിനപ്പുറം എന്ത് നടപടിയുണ്ട്? ഹാഷ്മി, ഒരു വിശാലാർത്ഥത്തിൽ ഞാൻ പറയാം, അത് ഒരു വിവാദമൊന്നും ആക്കണ്ട. പക്ഷെ ഞാൻ പറയുന്നത് മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവർ ഇരകളാണ്. ഞാൻ ആ ചിന്ത എടുക്കുന്ന മയക്കുമരുന്നവർ ഉപയോഗിക്കുന്നവർ ഇരകളാണ്. ഒരു പക്ഷേ അവരുടെ സമൂഹത്തിനകത്തുള്ള വീടുകളിലെ ഒറ്റപ്പെടലിന്റെ എല്ലാം സാഹചര്യത്തിൽ വീണു പോകുന്ന തെറ്റാണ്. ഒരു സംസ്ഥാനത്ത് ഇതിനെ പ്രതിരോധിക്കണമെങ്കിൽ അത് ചെയ്യേണ്ടത് ആ ഇരകൾക്ക് എത്തുന്ന സപ്ലൈ ചെയിൻ കട്ട് ചെയ്യലാണ്. ആ സപ്ലൈ ചെയിനിലേക്ക് എത്തുന്ന ഒരു നടപടി പോലും ഉണ്ടായിട്ടില്ല എന്ന് സമീപ കാലഘട്ടത്തിൽ എല്ലാം തീരുമാനിക്കും. എവിടെയാണ് പോലീസിന്റെ സാന്നിധ്യം? ഹാഷ്മി എറണാകുളം പട്ടണത്തിലാണല്ലോ. ഹാഷ്മി രാത്രി ഒരു 12-1 മണിയാകുമ്പോൾ ഇറങ്ങി ഒന്ന് ഈ നഗരത്തിലൂടെ നടന്നു നോക്കൂ. ഞാൻ കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് വന്ന് 12:30 മണിക്ക് ടൗൺ റെയിൽവേ സ്റ്റേഷൻ ഇറങ്ങിയിട്ട് അവിടെ നിന്ന് ഉദയംപേരിലേക്കുള്ള വീട്ടിലേക്ക് 15 കിലോമീറ്റർ സഞ്ചരിച്ചു. ആ യാത്രയിൽ മുഴുവൻ നിരവധി നിയമലംഘനങ്ങൾ കാണാൻ സാധിച്ചു. ട്രിപ്പിൾസും 4 പേരുമൊക്കെ ഇരുന്ന് ഹെൽമെറ്റ് ഇല്ലാതെ ബൈക്കിൽ ചീറിപ്പായുന്ന സ്റ്റണ്ടുകൾ, സിഗ്നലുകൾ ശ്രദ്ധിക്കാതെ മറികടക്കുന്ന യുവത്വം, കലൂരിലും കടവന്ത്രയും ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ കൂട്ടം കൂടി നിൽക്കുന്ന ചെറുപ്പക്കാർ, ഇതെല്ലാം കണ്ടു. ഞാൻ കാണാതിരുന്നത് ആ 15 കിലോമീറ്ററിൽ പോലീസുകാരെ മാത്രമാണ്. ഒരൊറ്റ പോലീസുകാരൻ ഈ കൊച്ചി എന്ന് പറയുന്ന നഗരത്തിൽ ഉണ്ടായിരുന്നില്ല. നമുക്ക് ഓർമ്മയുണ്ടല്ലോ, ഫോർട്ട് കൊച്ചിയിൽ ഒരു വണ്ടി എടുത്ത് 2 സ്ത്രീകൾ ഇവിടെ മരിക്കാനുണ്ടായ സാഹചര്യം. 18 കിലോമീറ്റർ റോഡ് റേജ് നടന്നിട്ട് അത് കണ്ടുപിടിക്കാൻ ഒരു പോലീസുകാരൻ പോലും ഇല്ലാത്ത അവസ്ഥയിലായി. ഞാൻ ചില പോലീസുകാരോട് ഞാൻ ചോദിച്ചു, കഴിഞ്ഞ ദിവസം ഞാൻ വിളിച്ചു, ഇതാണ് ഞാൻ കണ്ടത്. പറഞ്ഞു, രാജസാറേ, ഞങ്ങൾക്ക് ഇറങ്ങാൻ വണ്ടിക്കടിക്കാൻ ഡീസൽ പോലും ഇല്ല, പിന്നെ ഞങ്ങൾ എന്ത് ചെയ്യണം, ഞങ്ങൾക്ക് ഡീസൽ അടിക്കാൻ പൈസ ഇല്ല എന്ന് പറഞ്ഞ സാഹചര്യത്തിൽ നിൽക്കുകയാണ്. ഹാഷ്മി, കഴിഞ്ഞ എത്ര നാളായി ഹാഷ്മി മാധ്യമപ്രവർത്തകരുണ്ടല്ലോ, ഒരു ഷാഡോ പോലീസ് മയക്കുമരുന്ന് പിടിച്ച സംഭവം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഷാഡോ പോലീസ് മയക്കുമരുന്ന് 800, 300 കഞ്ചാവും എംഡിയും എല്ലാ ദിവസവും വരുന്നുണ്ടല്ലോ. എല്ലാ ദിവസവും വരുന്നുണ്ട് മയക്കുമരുന്ന് പിടിക്കുന്ന വാർത്ത. എക്സൈസ് ഇന്റലിജൻസ് സംവിധാനമുണ്ട്, എഫക്റ്റീവായി പ്രവർത്തിക്കും. പക്ഷെ പ്രശ്നം എന്താണ്? പ്രശ്നം പിടിക്കുന്നതിന്റെ 50 ഇരട്ടി വരുക. അപ്പൊ നമുക്ക് അത് തടയാൻ എന്താണ് ഒരു ഫുൾ പ്രൂഫ് മാർഗം എന്നത് എല്ലാവരും കൂടെ. രാജു പി നായർ, ഞാൻ കരുതുന്നില്ല സർക്കാർ മാത്രം വിചാരിച്ച ഒരു ചുക്കും ചെയ്യാൻ പറ്റത്തില്ല. സർക്കാരും പ്രതിപക്ഷവും ഇവിടുത്തെ സംഘടനകളും ഇവിടുത്തെ ക്ഷേത്ര മഹല്ല് പള്ളി കമ്മിറ്റികളും ഇവിടുത്തെ NGOകളും ഇവിടുത്തെ ഇറങ്ങാവുന്ന മനുഷ്യർ മൊത്തം ഇറങ്ങിയുന്ന ഒരു വൻമതിൽ തീർക്കേണ്ട കാലമാണ്. രാഷ്ട്രീയം പറയേണ്ട സമയമല്ല രാജു പി നായർ. അല്ല ആഷ്മി, അത് തന്നെയാണ് പറയുന്നത്. ഞാൻ എൻ്റെ വ്യക്തിപരമായ നിലയ്ക്കും അതുപോലെ തന്നെ ഞങ്ങളുടെ പ്രസ്ഥാനം യൂത്ത് കോൺഗ്രസും ഉൾപ്പെടെ ഇതിന്റെ പ്രചരണ പരിപാടികളായിട്ട് ഇറങ്ങുകയാണ്. മുഴുവൻ ആൾക്കാരും ഇതിനകത്ത് നിൽക്കുന്നുണ്ട്. പക്ഷേ പോലീസ് സംവിധാനം ചെയ്യേണ്ട പണി ചെയ്യണ്ടേ? എക്സൈസ് സംവിധാനം ചെയ്യേണ്ട പണി ചെയ്യണ്ടേ? അതിനിടയ്ക്ക് ഹാഷ്മി ഇപ്പൊ പറഞ്ഞപ്പോഴാണ് ഞാൻ പെട്ടോർത്ത്, അനിൽകുമാർ അതിനേക്കാൾ വലിയ ഒരു പ്രത്യാഘാതം ഉണ്ടാക്കുന്ന വളരെ ഉത്തരവാദിത്തമില്ലാത്തൊരു സ്റ്റേറ്റ്മെന്റ് ഇതിനിടയ്ക്ക് നടത്തി. മറന്നുപോകരുത്, മതപരമായ സ്ഥാപനങ്ങളിൽ കൊല്ലും കൊലയും വിട്ടുകൊടുക്കാൻ പറ്റില്ല. ഈ രക്ഷപ്പെടാൻ കഴിയുമോ? പക്ഷെ അത് പറയാതിരിക്കാൻ പറ്റുമോ? ഇവര് കാണിക്കുന്ന ഇതിനകത്തുള്ള കമ്മിറ്റ്മെന്റ് എന്താണ് എന്ന് പറയണ്ടേ? ഈ ഞാൻ നോക്കൂ ഹാഷ്മി, നമ്മുടെ ഈ ചർച്ച നടന്നുകൊണ്ടിരിക്കുമ്പോ ഒരാള് അതിനകത്ത് ഇട്ടിരിക്കുകയാണ്, അവർ പരീക്ഷ എഴുതിക്കോട്ടെ, പാസ്സാവുന്നതാണ് നല്ലത്, അല്ലെങ്കിൽ ഇവന്മാർ അവരെ പരീക്ഷ എഴുതാതെ റാങ്ക് കൊടുക്കും. സാധാരണ ജനങ്ങൾക്ക് ഈ സർക്കാരിനുള്ള വിശ്വാസം അതാണ്. ഈ സർക്കാരിനെ മുഴുവനായിട്ട് ജനങ്ങൾ വിശ്വാസം നഷ്ടപ്പെട്ടിരിക്കുന്നു. കാരണം ഇവരുടെ കാലത്ത് ഇവർ കാണിച്ചു കൂട്ട തെമ്മാടിത്തരങ്ങളാണ്. TP വധക്കേസിലെ പ്രതിയുടെ സുഹൃത്താണ് ഈ പയ്യന്റെ അച്ഛൻ എന്ന് പറഞ്ഞാൽ എന്തിനാ നിങ്ങൾക്ക് പൊള്ളുന്നത്? അപ്പൊ TP കൊന്നത് നിങ്ങൾ തന്നെയാണ്.
അല്ലെങ്കിൽ കൊടിസുനിയുടെ സുഹൃത്താണ് അല്ല, പോട്ടെ, നമ്മൾ വിഷയത്തിലേക്ക് പോകണ്ട. ഞാൻ എത്താം രാജു പിന്നാർ, ഞാൻ എത്താം. നമുക്ക് ആ വിഷയത്തിലേക്ക് പോകണ്ട. പോട്ടെ, വിട്ടേക്ക്. നമുക്ക് ടി പി നമ്മൾ ഒരുപാട് ചർച്ച ചെയ്തതാണ്, ഓക്കെ, ഞാൻ അങ്ങനെ എത്താം. പക്ഷേ കെ എം ആന്റണി പറഞ്ഞു തീർക്കട്ടെ. പറഞ്ഞു 15 സെക്കൻഡ് പൂർത്തിയാക്കും. ഹാഷ്മി 15 സെക്കൻഡ്. ആ ടി പി വധക്കേസിൽ അയാൾ നിന്ന ഫോട്ടോ മാത്രമല്ല, ഇന്നത്തെ മാധ്യമ റിപ്പോർട്ട് പ്രകാരം നിങ്ങളുടെ പോലീസ് പറയുന്നത് ഇയാളുടെ സാന്നിധ്യം അവിടെ ഉണ്ടായിരുന്നു. ഇയാൾ നെഞ്ചക്ക് കൊടുത്തത് ഇയാളുടെയാണ്. ഈ കുറ്റകൃത്യം നടക്കുന്ന സ്ഥലത്ത് ഇയാളുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു. നിങ്ങളുടെ പോലീസ് കണ്ടുപിടിച്ചല്ലേ? മറ്റേ ഡിജിറ്റൽ എവിഡൻസ് എടുത്തുകൊണ്ട് കണ്ടെത്തുകയല്ലേ? അയാളെ പ്രതി ചേർക്കാൻ പോകുന്നു എന്നല്ലേ പറഞ്ഞത്? അപ്പൊ നിങ്ങൾക്ക് പൊളിറ്റിക്കൽ പാട്രേജ് ഇപ്പോഴേ തുടങ്ങി. നമുക്ക് തീർത്തു പറയാൻ സമയമായിട്ടുള്ള എനിക്കറിയില്ല. പക്ഷേ പോലീസ് ഇപ്പോൾ പ്രതി ചേർത്തിട്ടില്ല അയാളെ. പോട്ടെ, മകൻ ചെയ്ത കുറ്റത്തിന് പിതാവ് പ്രതിയാവോ എന്ന ചോദ്യമൊക്കെ ഉണ്ട്. പോട്ടെ.